നമസ്കാരം. 2016 പിണറായി വിജയന്റെ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അന്ന് മുതൽ ആഭ്യന്തര വകുപ്പ് അദ്ദേഹത്തിന്റെ കൈകളിലാണ്. അതിനുശേഷം 2-3 വർഷങ്ങൾ വലിയ കുഴപ്പമില്ലാതെ പോയി. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊളിറ്റിക്കൽ സെക്രട്ടറിയായി പി ശശി വന്നു. അതിനുശേഷമാണ് കേരള പോലീസ് സംവിധാനം ഇത്രയധികം കുത്തഴിഞ്ഞത് എന്നുള്ളതാണ്. പൊതുജനങ്ങൾക്ക് നീതി കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, പോലീസിനെ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നുള്ള ബോധം ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു. അതുകൊണ്ട് പലരും പോലീസിനെ സമീപിക്കാതെ പോലീസ് സ്റ്റേഷനുകളെ സമീപിക്കുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് നീതി കിട്ടുന്നില്ല. ആ ബോധം അവർ ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ പലരും പോലീസ് സ്റ്റേഷനിലേക്ക് പോയി സമയം മെനക്കെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. അതിൻ്റെ ഫലമായി കേരളത്തിൽ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വർദ്ധിച്ചു വരികയാണ്. അടിപിടിയും കൊലപാതകങ്ങളും അക്രമ സംഭവങ്ങളുമൊക്കെ നിത്യേന വരികയാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് കേരള പോലീസിലെ അവസ്ഥ. എത്രയോ ഉദ്യോഗസ്ഥന്മാർ ഇതിനകം ആത്മഹത്യ ചെയ്തിരുന്നു പോലീസിലെ മാനസിക സമ്മർദ്ദം കൊണ്ട്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ 2 പേരെ, അതായത് ശരീര സൗന്ദര്യത്തിൻ്റെ പേരിൽ 2 പേരെ ഡയറക്റ്റ് SIമാരായി നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് നടേഷ് ചിത്തരഞ്ജനും ഒന്ന് ഷിനു ചൊവ്വയും. 2 പേരും CPMൻ്റെ വളരെ അടുത്ത ആളുകളാണ്. അവരെയാണ് എല്ലാ മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് പോലീസിലേക്ക് ഡയറക്റ്റ് SIമാരായി നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി ഇവർ സർവീസിൽ കയറി എന്ന് തന്നെ ഇരിക്കട്ടെ, പല എതിർപ്പുകളുണ്ടായി. ഇവർ സർവീസിൽ കയറി എന്ന് തന്നെ ഇരിക്കട്ടെ, ഇവർ പാർട്ടിക്കായി പ്രവർത്തിക്കുമോ അതോ ജനങ്ങൾക്കായി പ്രവർത്തിക്കുമോ? തീർച്ചയായും കായികക്ഷമതാ പരീക്ഷയ്ക്ക് പോലും പങ്കെടുക്കാതെ എഴുത്തു പരീക്ഷ പോലും പാസ്സാകാത്ത ഇവർ പാർട്ടിക്ക് വേണ്ടി തന്നെ പ്രവർത്തിക്കും. പാർട്ടിയിലെ ചാരന്മാരായി ഇവർ എപ്പോഴും ഉണ്ടാകും. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാരനും അല്ലെങ്കിൽ രാഷ്ട്രീയ അനുഭാവികൾക്കും ഇവരിൽ നിന്ന് നീതി കിട്ടില്ല. കാരണം കൂറെപ്പോഴും തങ്ങൾക്ക് ജോലി നൽകിയ പാർട്ടിയോടായിരിക്കും. SI ആയി, ഇനി അവിടുന്ന് പ്രൊമോഷനായി CI ആയി, അതിന് മുകളിൽ DYSP ആയി, അങ്ങനെ അവർ പ്രൊമോഷൻ നേടിപ്പോവും. അത് ഇടതുപക്ഷ സർക്കാരാണ് അധികാരത്തിൽ വീണ്ടും വരുന്നതെങ്കിൽ അങ്ങനെ വരാൻ ഒരിക്കലും സാധ്യതയില്ല. അങ്ങനെ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. അതൊരു ദുസ്വപ്നം പോലെയാണ് ഇപ്പോൾ തോന്നുന്നത്. എന്തായാലും CPM അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്കുണ്ടാകുന്ന സ്ഥാനക്കയറ്റവും സ്ഥാനമാനങ്ങളും ഒക്കെ വേറെയായിരിക്കും. ഇനി ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വന്നൊരു വാർത്ത. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ DYFIക്കാർ അതിക്രമിച്ചു കയറി എന്നുള്ളതാണ്. അവിടെ എന്തോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് 2-3 പേരെ പോലീസുകാർ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു. പോലീസിൻ്റെ അനുവാദം വാങ്ങാതെ DYFI ഗുണ്ടകൾ അകത്തേക്ക് വന്ന് ഇടിച്ചു കയറുകയും പോലീസുമായി മൽപ്പിടുത്തമുണ്ടാവുകയും ചെയ്യുന്നു. അതായത് എന്തും ചെയ്യാം എന്നുള്ള ഒരു തരത്തിലേക്ക് DYFIയും SFIയും CPMും ഒക്കെ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ 33 വർഷവും പശ്ചിമ ബംഗാളിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയുടെയും ജ്യോതി ബസുവിൻ്റെയും കാലത്ത് നടന്നത്. ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ കാലത്ത് ഈ പാർട്ടി ഗുണ്ടകൾ ഹർമിത് വാഹിനി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കാരണം അവരെ ഉപയോഗിച്ചിട്ടാണ് എതിരാളികളെ തല്ലിച്ചതയ്ക്കുന്നതും തല്ലിക്കൊല്ലുന്നതും ഒക്കെ പാർട്ടിയുടെ ആവശ്യങ്ങൾക്കായി വിനിയോഗിക്കുന്നത് ഈ ഹർമത് വാഹിനി എന്ന് പറയുന്ന കൂട്ടരെയായിരുന്നു. ഒടുവിൽ എന്തായി അവിടുത്തെ അവസ്ഥ? അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. ഈ കേരളത്തിൽ എന്തെല്ലാം സംഭവങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ടുണ്ടായി. 2 ആഴ്ച മുൻപാണ് ഇവിടെ നഗരൂർ SHOയെ വഴിയിൽ തടഞ്ഞ് അവിടെ ഒരു കുറച്ച് DYFIക്കാർ കാറ് പോലീസ് വാഹനത്തിൻ്റെ കുറുകെ തടഞ്ഞു നിർത്തി അദ്ദേഹത്തെ അസഭ്യം വിളിക്കുന്നതും കൊലവിളി മുഴക്കുന്നതുമൊക്കെ. അവരെ എന്ത് ചെയ്തു? റിമാൻഡ് കഴിഞ്ഞ് ഇന്നലെ പുറത്തിറങ്ങി. ബാക്കിയുള്ളവർ മുൻകൂർ ജാമ്യത്തിനായി അപേക്ഷിച്ചിരിക്കുന്നത് കൊണ്ട്, കോടതിയെ സമീപിച്ചിരിക്കുന്നത് കൊണ്ട് അവർക്കെതിരെ നടപടി തൽക്കാലമില്ല എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. അതായത് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിച്ചിരിക്കുന്നു. പക്ഷേ ഒരു SHOയെ പോലീസ് വാഹനം തടഞ്ഞു നിർത്തി കൊലവിളി പ്രസംഗം മുഴക്കിയവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറല്ല. അത് ആ പോലീസുകാരുടെ താഴെ തട്ടിലുള്ള പോലീസുകാരുടെ കുഴപ്പമല്ല. അത് തലപ്പത്തിരിക്കുന്ന ആഭ്യന്തരമന്ത്രി ഒരു കഴിവ് കിട്ടവനാണ്, അത് പോട്ടെ. പക്ഷേ തലപ്പത്തിരിക്കുന്ന ഒരു DGP ഉണ്ട്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. TP സെൻകുമാറിന് ശേഷം വന്ന DGPമാരെ നോക്കൂ. ലോക്നാഥ് ബെഹ്റ, അനിൽ കാന്ത്, ഷെയ്ഖ് ദർവേസ് സാഹിബ്, ഇപ്പോൾ ഇരിക്കുന്ന രവാദ ചന്ദ്രശേഖർ, ഇവരൊക്കെ എന്താണ് ഒരു ആർജവും ഇല്ലാതെ വെറും റബ്ബർ സ്റ്റാമ്പുകളായിട്ട് അവിടെ ഇരിക്കുന്നത് പോലെയാണ്. കാരണം പോലീസിൻ്റെ ആത്മവിശ്വാസം പോലും നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോഴും പോലീസുകാരെ സംരക്ഷിക്കാൻ അവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. നഗരൂരിലെ സംഭവം നടക്കുമ്പോൾ പോലും DGP പറഞ്ഞത് പോലീസിൻ്റെ ആത്മവീര്യം കെടുത്തുന്ന ഒന്നിനും ഞങ്ങൾ നിൽക്കില്ല എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അവർ ഈ പാർട്ടിക്കാരായതുകൊണ്ട് എന്തായാലും അവർക്ക് ശാരീരികമായിട്ടുള്ള ഉപദ്രവങ്ങളൊന്നും പോലീസിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് പിടിക്കപ്പെട്ടവർ ഇന്നലെ ജാമ്യത്തിലിറങ്ങി. ഇതിനു മുമ്പും പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. പോലീസിൻ്റെ വാഹനം തല്ലിത്തകർക്കുക. നിതിൻ പുല്ലൻ എന്ന് പറയുന്ന ഒരു SFIയുടെ ഗുണ്ട വാഹനം തല്ലിത്തകർത്തു. അതിനുശേഷം അവനെ കാപ്പ ചുമത്തി അജിത ബീഗം എന്ന DCP നാടുകടത്തി. അവനിപ്പോൾ അങ്കമാലി നഗരസഭയിൽ മത്സരിച്ച് കൗൺസിലറായി വിജയിച്ചു.
അതുപോലെ ഈ നിതിൻ പുല്ലൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധത്തിൽ ഹസൻ മുബാറക്ക് എന്ന് പറയുന്ന ഒരു SFI-കാരൻ പോലീസിനെ, അതായത് ആ SI അദ്ദേഹത്തെ കൊലവിളിച്ചു കൊണ്ട് പ്രസംഗം നടത്തി, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെ പോലും പറഞ്ഞുകൊണ്ട് പരസ്യമായി പ്രസംഗിച്ചു. അങ്ങനെ എന്തെല്ലാം സംഭവങ്ങളുണ്ടായി. അതായത് കേരളത്തിലും നടക്കുന്നത്, കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കേണ്ടത് പോലീസിനെ നിയന്ത്രിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പോലീസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. താഴേക്കിടയിലുള്ള പോലീസുകാരെ നമുക്കൊരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. അവർക്ക് മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിക്കാൻ മാത്രമേ കഴിയൂ. ഞാനിത് കൃത്യമായി പറയാൻ കാരണം, മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തപ്പോഴുണ്ടായ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് 3 വർഷങ്ങൾക്ക് മുൻപ് ഞാനും എൻ്റെ സുഹൃത്തായ സുദർശൻ നമ്പൂതിരിയും പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്തപ്പോൾ നടന്ന ഓരോ സംഭവങ്ങളും എന്ത് ചെയ്യണം എന്നുള്ള കാര്യം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പോലീസിനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ അന്നത്തെ ഉദ്യോഗസ്ഥരൊക്കെ വളരെ നല്ലതായിരുന്നു, വളരെ മാന്യമായിട്ട് തന്നെയാണ് ഞങ്ങളോട് ഇടപെട്ടത്. അതിനുശേഷം DNA ന്യൂസിൻ്റെ ഓഫീസിൽ റെയ്ഡ് നടത്തി. ആ റെയ്ഡ് നടത്തിയപ്പോഴും ആ റെയ്ഡ് നടത്താൻ വന്ന പോലീസ് SIയോ CIയോ അവരാരും ഒന്നും മോശമായിട്ട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവരൊക്കെ ഒരു സ്ഥലത്തിരിക്കുകയായിരുന്നു. പക്ഷേ SP ഷിബു എന്ന് പറയുന്ന ഒരു ഗ്രേഡ് SI ആയിരുന്നു ഈ കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത്. അയാൾ ആരുടെയോ നിർദ്ദേശപ്രകാരം പലതവണ ഫോൺ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ അവിടുന്ന് എല്ലാ കാര്യങ്ങളും കൊള്ളയടിച്ചു കൊണ്ടുപോയത്. അപ്പോൾ പോലീസ് ഒരിക്കലും സാധാരണക്കാരന് ഉപകാരപ്പെടാത്ത തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് നമുക്ക് എന്തെങ്കിലും ഒരു പരാതി ഉണ്ടെങ്കിൽ പാർട്ടി ഓഫീസിനെ സമീപിക്കുക, അല്ലെങ്കിൽ പ്രാദേശിക പാർട്ടി നേതാവിൻ്റെ അടുത്ത സഹായത്തിനായി ചെല്ലുക എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടൂ. ഇനി അഥവാ ഏതെങ്കിലും ആർജവമുള്ള ഒരു ഉദ്യോഗസ്ഥന് ഒരു പരാതിയിൽ നടപടി എടുക്കണമെങ്കിൽ പോലും നമ്മളവിടെ ചെല്ലുമ്പോൾ എതിർഭാഗത്തുള്ളവൻ ഒരു രാഷ്ട്രീയ കക്ഷി നേതാവിനെ കൂട്ടുപിടിച്ച് വന്നാൽ നമുക്കവിടെ നിന്ന് നീതി കിട്ടില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും എല്ലാ കീഴ്വഴക്കങ്ങളെയും ലംഘിച്ചുകൊണ്ട് സകല മേഖലകളും തകർത്തു തരിപ്പണമാക്കി. ആരോഗ്യം, വിദ്യാഭ്യാസം, ആഭ്യന്തരം ഉൾപ്പെടെയുള്ള സകല ധനവകുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും തകർത്തു തരിപ്പണമാക്കി ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയൻ്റെ ഭരണം. എന്തായാലും ഇത്തരത്തിലുള്ള പോലീസുകാരെ പോലും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇഷ്ടക്കാരെയൊക്കെ ഡയറക്റ്റ് നിയമനം ഇതുപോലെ കൊടുക്കുമ്പോൾ PSCയിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു 1.5 വർഷം മുൻപ് PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വനിതാ CPOമാരും പുരുഷ CPO റാങ്ക് ലിസ്റ്റിൽപ്പെട്ടവരും സമരം നടത്തിയത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മാസങ്ങളോളം പല രീതിയിൽ പല സമരമുറകൾ പരീക്ഷിച്ച് സമരം നടത്തിയത് നമ്മൾ ഓർക്കണം. അവർക്ക് പുല്ലുവിലയാണ് സർക്കാർ കൊടുത്തത്. അവരോട് ചർച്ചയ്ക്ക് പോലും സർക്കാർ തയ്യാറായില്ല. ഒടുവിൽ അവർ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള പിണറായി സർക്കാരാണ് ഇപ്പോൾ ഇഷ്ടക്കാരെ ശരീര സൗന്ദര്യ മത്സരത്തിൽ വിജയികളായ 2 പേരെ SIമാരായിട്ട്, സബ് ഇൻസ്പെക്ടർമാരായിട്ട് നേരിട്ട് നിയമനം നൽകുന്നത്. ഇതൊരിക്കലും അഭികാമ്യമല്ല. ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് നല്ലതല്ല. കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ തന്നെ തകർക്കുന്നതാണ്. കേരളത്തിലെ ക്രമസമാധാന നില തന്നെ ഈ പാർട്ടി ഗുണ്ടകൾ ഏറ്റെടുക്കുന്ന അവസ്ഥയാണ്. ഇത്തരം നിയമനങ്ങൾ അല്ലെങ്കിൽ ഇത്തരം അഴിമതികൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല.